ഇന്ന് പതിവ് പോലെ സൂര്യനെ ഉണർത്തുന്നതിന് പകരം ഇച്ചുകുട്ടനെ തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തത് കൊണ്ട് വീണ്ടും വാതിൽ തുറന്ന് സൂര്യനെ എല്ലാം കണ്ട് നേരെ കിഴക്കുവശത്തേക്കൊരു ദർശനമെല്ലാം നടത്തി. സൂര്യനെ നോക്കി, എന്നാലും കണ്ടില്ല, വെളിച്ചം മാത്രം കിട്ടി. പിന്നെ അകത്തോട്ട് കയറി ഇച്ചുകുട്ടൻ്റെ കിട്ടു മിട്ടു ചിഞ്ചു ഇങ്ങനെ 3 മത്സ്യങ്ങൾ, 3 ഫിഷുകൾ, ഇവരെ 3 പേരെയും കളിപ്പിച്ചത് വിശക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി അവരുടേതായ ഭക്ഷണവും എടുത്തുകൊണ്ട് വന്ന് ആ ഇടലിൽ എനിക്ക് ലേശം കയ്യപ്പത്തം പറ്റിപ്പോയി. കാരണം തുറക്കേണ്ട വശമല്ല തുറന്ന് അപ്പുറവശം തുറന്നതുകൊണ്ട് കുറച്ചധികം ഫുഡ് ഇതിനകത്തേക്ക് വീണുപോയി. പിന്നെ അതെല്ലാം തിന്ന് അവർക്ക് അധികം അസുഖമാവണ്ട അല്ലെങ്കിൽ ചത്തു പോകണ്ടെന്ന് കരുതിയിട്ട് ഒരു തവിയെല്ലാം എടുത്തിട്ട് വന്ന് പകുതി മുക്കാലും ഭക്ഷണം എടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെയുള്ളത് നമ്മുടെ ഫൈറ്റർ, നമ്മുടെ ചിഞ്ചുവിൻ്റെ ഭക്ഷണമാണ്. അതിനും ഭക്ഷണം കൊടുത്ത് പിന്നെ അലക്കാൻ കുറച്ച് അധികം തുണികളുണ്ടായിരുന്നു, അതെല്ലാം അലക്കാനെടുത്തിട്ട് എന്നാൽ പിന്നെ കാപ്പി ആകുമ്പോഴേക്കും അലക്ക് കഴിയുമല്ലോ എന്ന് വിചാരിച്ചത് അത് അലക്കാനും എടുത്തിട്ടിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി. പിന്നെ അടുക്കളയിൽ ചെന്നിട്ട് നമുക്കിന്ന് ഉപ്പുമാവാണ് ആക്കുക. ഇന്നലെ ദോശ ആയതുകൊണ്ട് ഇന്ന് ഉപ്പുമാവാക്കാമെന്ന് വിചാരിച്ചു. ലേശം വെന്തുപോയി, ഉപ്പുമാവ് ആക്കി. അപ്പോഴേക്കും തുണിയെല്ലാം അലക്കി കഴിഞ്ഞു. അതും വിരിച്ചിട്ട് നേരെ ഞങ്ങൾക്കൊന്ന് പയ്യന്നൂർക്ക് പോകണമായിരുന്നു. പയ്യന്നൂർക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വാതിക്കൽ ഒരു ആഞ്ഞിലിച്ചക്ക വീണ് കിടപ്പുണ്ട്. ഏതോ വവ്വാൽ കൊത്തിയിട്ടതാന്ന് തോന്നും. പിന്നെ ഇച്ചിക്കുട്ടനോട് അതിനെക്കുറിച്ച് പഴമ്പരാണമെല്ലാം പറഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് പോയി. പിന്നെ ചെറുപുഴയിൽ നിന്ന് ബസ്സും കയറി. അവൾ അനിയത്തി ഉണ്ടായിരുന്നു, അവളെയും കൂട്ടി ഞങ്ങളും കൂടെ പയ്യന്നൂരെത്തി. പിന്നെ ഫോട്ടോ എടുക്കണമായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി കടയിൽ കയറി. പക്ഷേ വളരെ നിരാശയായിരുന്നു, മോശം ഫോട്ടോയായിരുന്നു. പിന്നെ നേരെ സ്കൂളിലേക്ക് നടന്നു. അതിനിടയ്ക്ക് ഇച്ചിക്കുട്ടൻ ദാഹിക്കുന്നെന്നും പറഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളവും മേടിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എത്തേണ്ട സ്ഥലമെത്തി. നേരെ അങ്ങോട്ടേക്ക് എത്തി. അവിടെ എത്തി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. പിന്നെ നേരെ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ പയ്യന്നൂർ സ്റ്റാൻഡിലേക്ക് എത്തണമായിരുന്നു. പയ്യന്നൂർ സ്റ്റാൻഡിലെത്തി. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ ചോറാണ് കഴിച്ചത്. അവർക്ക് 2 പേർക്കും ചോറ് വേണ്ടാന്ന് പറഞ്ഞു. പൊറോട്ടയും വെജ് കറിയും കൂടെ അവർ കഴിച്ചു. ഞാൻ ചോറ് കൊണ്ടു. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് ചെറുപുഴയിൽ എത്തി. ചെറുപുഴയിൽ നിന്ന് വണ്ടി എടുക്കണമായിരുന്നു. ചെറുപുഴ ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് കയറിയിട്ട് ചായയ്ക്ക് പകരം 2 ലൈമും കുടിച്ച് പിന്നെ ഒന്നൊരു ബുക്ക് സ്റ്റാളിൽ കയറി. ഇച്ചിക്കുട്ടനെ കളറടിക്കുന്ന ഒരു ബുക്ക് മേടിക്കണമായിരുന്നു. അതും കയറി ഒരു കളറടിക്കുന്ന ഒരു ബുക്കും ക്രയോണും മേടിച്ച് നേരെ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളെ കണ്ടപാട് നമ്മുടെ കിട്ടും മിട്ടും കൂടെ ഓടി വരുന്നുണ്ട് കേട്ടോ. അവരുടെ സ്നേഹം നോക്കണം, നമ്മളെ കണ്ടപാട് ഓടി വരും. പിന്നെ അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ അനിയത്തിയുടെ വക സ്നേഹപ്രകടനമായ 2 ലേസും ഒരു റോളും ഉണ്ടായിരുന്നു, അതും തിന്ന്